നമസ്കാരം. ഹൈക്കോടതി വിധി പോലും മറികടന്ന് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം സർക്കാർ തലത്തിൽ സജീവമായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെയാണ്. ആഭ്യന്തര വകുപ്പിന് ഇതേക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നു എന്ന് തന്നെയാണ് സൂചന. പ്രതികളായ ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവർക്ക് ശിക്ഷായിളവ് നൽകാനാണ് വഴിവിട്ട ശ്രമം. കണ്ണൂരിലെ CPM നേതൃത്വം ഇക്കാര്യം അറിഞ്ഞിരുന്നു എന്നും സൂചനയുണ്ട്. ടി.പി. വധക്കേസിലെ രണ്ടാം പ്രതിയാണ് ടി.കെ. രജീഷ്. മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവരും ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. സർക്കാർ നിർദ്ദേശപ്രകാരം വിട്ടയക്കേണ്ട പ്രതികളുടെ പട്ടിക ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കിയപ്പോൾ ടി.പി. കേസിലെ 3 പ്രതികളെ ഇതിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് ലഭിച്ചാൽ സർക്കാരിന് ഉത്തരവ് ഇറക്കാനാകും. അതിൽ ഗവർണർ ഒപ്പിടുന്നതോടെയാണ് പ്രതികൾക്ക് പുറത്തിറങ്ങാനാവുക. എന്നാൽ നിലവിലെ ഗവർണർ ഇത്തരമൊരാവശ്യത്തിൽ ഒപ്പിടാനുള്ള സാധ്യത കുറവാണ്. ശിക്ഷായിളവ് സംബന്ധിച്ച് പോലീസിനോട് പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് പുറത്തായത് സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ജയിൽ സൂപ്രണ്ടിന്റെ നടപടി. അതീവ രഹസ്യമായി എല്ലാം ചെയ്യണമെന്നായിരുന്നു മുകളിൽ നിന്നുള്ള നിർദ്ദേശം. ശിക്ഷായിളവില്ലാതെ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികളെയാണിപ്പോൾ വിട്ടയക്കാൻ ആലോചിക്കുന്നത്. 20 വർഷം വരെ പ്രതികൾക്ക് ശിക്ഷായിളവ് പാടില്ല എന്നായിരുന്നു ഹൈക്കോടതി വിധി. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഈ നടപടി കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധ്യത ഏറെയാണ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 2022 സർക്കാർ ഉത്തരവ് പ്രകാരം 3 പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചനയുണ്ടെന്നും അതിനാൽ ഇവരെക്കുറിച്ച് അന്വേഷണം ആവശ്യമുണ്ടെന്നും ജൂൺ 13 അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നു. ഈ പ്രതികളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇവരുടെ കുറ്റകൃത്യത്തിന് ഇരയായവരുണ്ടെങ്കിൽ അവരോടും അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് നൽകാനും കത്തിൽ ആവശ്യപ്പെടുന്നു. ഇത്തരത്തിൽ 59 പ്രതികളെയാണ് വിട്ടയക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ മാസം ടി.പി. കേസ് പ്രതികളായ മനോജ്, മുഹമ്മദ് ഷാഫി, സിനോജ്, സിജിത്ത്, രജീഷ് എന്നിവർക്ക് പരോളും നൽകിയിരുന്നു. അതിനിടെ സർക്കാർ പ്രതികൾക്ക് എപ്പോഴും സഹായം നൽകിയിരുന്നു എന്ന് ടി.പി. ചന്ദ്രശേഖരന്റെ വിധവ കെ രമ MLA പ്രതികരിച്ചു. പ്രതികൾക്ക് വഴിവിട്ട് പരോൾ നൽകാനും ജയിലിൽ ഫോൺ ഉപയോഗിക്കാനും വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകാനും സർക്കാരും ശ്രമിച്ചിരുന്നു. പ്രതികളുടെ കൂടെയാണ് സർക്കാരെന്ന് വീണ്ടും വീണ്ടും സ്ഥാപിക്കപ്പെടുകയാണ്. കോടതി അലക്ഷ്യമാണിത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. സർക്കാർ ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്ന മാനദണ്ഡപ്രകാരം തടവുകാർക്ക് സ്പെഷ്യൽ റിമിഷൻ നൽകി വിട്ടയക്കാൻ വേണ്ടി തീരുമാനിച്ചെന്നും പ്രതികളുടെ പ്രൊബേഷൻ റിപ്പോർട്ട് സഹിതം ഫയലുകൾ സർക്കാരിലേക്ക് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു കത്തിൽ. ടി.പി. കേസിലെ 10 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച വിചാരണ കോടതി ഉത്തരവ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹൈക്കോടതി ശരിവച്ചത്. പ്രതികളായ MC അനൂപ്, കിർമാണി മനോജ്, കൊടിസുനി, ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, കെ ഷിനോജ്, KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ, റഫീഖ് എന്നിവരുടെ ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ പ്രദീപന് 3 വർഷം കഠിന തടവുമാണ് 2014 വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. PK കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ മരിച്ചു. 2012 മെയ് 4 രാത്രി 10 മണിക്കായിരുന്നു CPM വിട്ട് RMP സ്ഥാപിച്ച ടി.പി. ചന്ദ്രശേഖരൻ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. വടകര വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിൽ പിന്തുടർന്ന് എത്തിയ കൊലയാളി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തി തുടർന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു. ടി.പി. ചന്ദ്രശേഖരനോടുള്ള CPMന്റെ രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായത് എന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം. അതേസമയം വടകരയിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം CPMുമായി പലരും അകലുന്നതുകൊണ്ടാണെന്ന വിലയിരുത്തൽ CPMനുണ്ട്. വടകരയിലും കണ്ണൂരിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. ഈ സാഹചര്യത്തിലാണ് ജയിലിലുള്ള 3 പേർക്ക് അനുകൂല നിലപാട് ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയം. 3 പേരെ മോചിപ്പിക്കുന്നതിന് മുന്നോടിയായി ജയിൽ സൂപ്രണ്ട് നടപടികളിലേക്ക് കടന്നു. പോലീസിന് സുരക്ഷാ പ്രശ്നങ്ങൾ അടക്കം നൽകാനുള്ള നോട്ടീസാണ് ജയിൽ വകുപ്പ് നൽകിയത്. പോലീസ് റിപ്പോർട്ട് അനുകൂലമാകും എന്ന പ്രതീക്ഷയിലാണ് നീക്കം. അങ്ങനെ അനുകൂല റിപ്പോർട്ട് നൽകിയാൽ ഈ 3 പേർക്കും ശിക്ഷായിളവിന് വഴിയൊരുങ്ങും. പോലീസിന് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അയച്ച കത്ത് പുറത്തു വന്നതോടെയാണ് സർക്കാർ നീക്കം ചർച്ചകളിൽ എത്തുന്നത്. ഇളവില്ലാത്ത ജീവപര്യന്തമാണ് ഇവർക്ക് കോടതി വിധിച്ച ശിക്ഷ. ഹൈക്കോടതിയുടെ അപ്പീൽ തള്ളലിലും ഇത് വ്യക്തമായി. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ശിക്ഷാ ഇളവ് നീക്കം നിയമവിരുദ്ധമാണ്. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവുണ്ടെങ്കിലേ ഇവരെ പുറത്തുവിടാനും കഴിയൂ. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരാൾ ഒഴികെ മുഴുവൻ പ്രതികൾക്കും പരോൾ ലഭിച്ചത് ആശങ്കയുളവാക്കുന്നുവെന്നും കെ രമ MLA നേരത്തെ പ്രതികരിച്ചിരുന്നു.